Hello dears, welcome back to Learn and Grow. Today we are going to discuss Class 7 Social Science Chapter 12, The Foundation Stones of History. അല്ലേ? അപ്പം നിങ്ങളുടെ സോഷ്യലിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണിത് അല്ലേ? അപ്പം നമ്മൾക്ക് എന്താണ് ഈ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പുരാതന കാലത്തെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നൊരു പാഠമാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ സ്ഥലത്തെയും അവിടുത്തെ ചരിത്രങ്ങളെയൊക്കെ കുറിച്ച് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു എക്സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ഈസ് ആൻ എക്സ്ക്രിപ്റ്റ് ഫ്രം ലോക്കൽ ഹിസ്റ്ററി പ്രിപ്പയർഡ് ബൈ അനു ഇൻ ദ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ ചരിത്ര രചനാ മത്സരത്തിന് വേണ്ടിയിട്ട് അനു തയ്യാറാക്കിയ ലോക്കൽ ഹിസ്റ്ററി, ഓക്കെ, പ്രാദേശിക ചരിത്രത്തിൽ നിന്ന് എഴുതിയ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുരാതന ആ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു എക്സ്ക്രിപ്റ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം ഈസ് സിറ്റുവേറ്റഡ് 15 കിലോമീറ്റർ അവേ ഫ്രം ദ സൗത്ത് ഓഫ് തിരുവനന്തപുരം സിറ്റി. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ തെക്കുമാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? Since the ancient times, this coastal region has great historical and commercial importance. It is mentioned the Sangam literature that Vizhinjam was one of the most important centers of ancient Tamilagam. പ്രാചീന കാലം മുതൽക്ക് തന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന് വളരെ ചരിത്രപരവും അതുപോലെ തന്നെ വാണിജ്യപരവുമായ പ്രാധാന്യങ്ങളുള്ള ഒരു തീരപ്രദേശമായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ വിഴിഞ്ഞം എന്ന് സംഘകാല സാഹിത്യകൃതികളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ആസ് എ പോർട്ട് ഓഫ് and a center of trade, this region hold an important place in the political, social and economical history of South India. അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം അല്ലേ? അപ്പോൾ ഇത് എന്താണ് ഒരു തുറമുഖം അല്ലെങ്കിൽ ഒരു വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഒരു പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. Stone inscription and other historic documents show that Vizhinjam was the center of I dynasty of South India during 9th and 10th century. അപ്പോൾ ഈ CE 9th അല്ലെങ്കിൽ 10th സെഞ്ചുറി, ഓക്കെ, ആ ഒരു സെഞ്ചുറിയിൽ ദക്ഷിണത്തിലെ ഏറ്റവും വലിയ രാജവംശമായിരുന്ന ആയി രാജവംശത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ലീലാലിഖിതം in interpretation of Leela Ligidam, Attur Krishna Pisharadi has recorded the I lineage migrated to Vizhinjam, living I Kudi after being defeated by Pandya kings. ഇവർ ഈ ആയി കുടുംബം അവർ അവിടെ ഉപേക്ഷിച്ച് ഈ ഒരു വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഓക്കെ, എന്താണ് ലീലാതിലകം എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ. അപ്പോൾ ജസ്റ്റ് ഞാനതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം, കാരണം ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ക്രിപ്ഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒരു സംഘകാലഘട്ടത്തിൽ തന്നെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഈ വിദേശ സഞ്ചാരികളൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളിലും ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപമുണ്ട്. ഓക്കെ, അതുമാത്രമല്ല പിന്നെന്താണ് റോമൻ നിർമ്മിത പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു കേവിൻ്റെ അടുത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനകളായിട്ട് കണക്കാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ എന്താണ് വളരെ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്തെ
വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങളും കാണാം. ഓക്കെ, അപ്പോൾ പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്നും ആധുനിക സൗകര്യമുള്ള ഒരു തുറമുഖ കേന്ദ്രമായിട്ട് മാറിയിരുന്നു അല്ലേ. അപ്പോൾ പ്രാചീന കാലത്തും ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ആധുനികവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു തുറമുഖമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഹാവ് യു റീഡ് ദ റൈറ്റപ്പ് ഓഫ് ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൻ എബോ? ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് റൈറ്റപ്പ്? ഓക്കെ, അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ചരിത്ര കുറിപ്പ് അല്ലേ, ഒരു ചരിത്ര കുറിപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി എന്തെല്ലാം സ്രോതസ്സുകളാണ് ഉപയോഗപ്പെടുത്തിയത്, എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ 3 കൊടുത്തിട്ടുണ്ടല്ലോ. ആർക്കിയോളജിക്കൽ എവിഡൻസ്, പുരാവസ്തു തെളിവുകൾ. പിന്നെന്താണ്? ഇൻസ്ക്രിപ്ഷൻ ഒരാൾ എഴുതിയ അല്ലേ, ഇതിനെക്കുറിച്ച് എഴുതിയത്, ലിഖിതങ്ങൾ എന്ന് പറയും. പിന്നെ ലിറ്റററി വർക്ക്, സാഹിത്യകൃതികൾ. പിന്നെന്താണ്? ട്രാവലോഗ് അല്ലേ, ഒരു ട്രാവലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അപ്പോൾ ട്രാവലോഗ്. പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്. പിന്നെന്തൊക്കെയാണ്? കോയിൻസ് അല്ലേ, കോയിൻസ്, മോൺമെൻറ്റ് ആൻഡ് ഓറൽ ട്രഡീഷൻ അല്ലേ. ഓറൽ ട്രഡീഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് കേട്ടറിവുണ്ടാവില്ലേ, അതൊക്കെ. ഓക്കെ, അപ്പോൾ നോക്കാം. ഹിസ്റ്ററി ഈസ് ദസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയൻറ്റിഫിക്കലി റെക്കോർഡ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു പഠനശാഖയാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, സെവറൽ പീസസ് ഓഫ് എവിഡൻസ് ദാറ്റ് ആർ നെസസറി ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്ററി ഹാവ് ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ വേരിയസ് ഫോം ബൈ ഈച്ച് പീരിയഡ്. അപ്പോൾ ഇങ്ങനെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിലും അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, the writing of history is the process of collecting these pieces of evidence for scientific analysis and documenting the past. അപ്പം അങ്ങനെ ഈ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഓരോ തെളിവുകളും പല രൂപത്തിൽ അവശേഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് അവയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് ചേർത്ത് ശാസ്ത്രീയമായിട്ട് അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ ആ ഒരു ഭൂതകാലത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ ആ പാസ്റ്റൊക്കെ അനലൈസ് ചെയ്തിട്ട് സയൻറ്റിഫിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് ചരിത്ര രചന എന്ന് പറയുന്നത്. ഇൻ ദ previous chapter you have discussed the vast Mughal and Vijayanagara empire and their rule in the medieval India. Unlike the history of such vast empires and kings, local history is a minute and comprehensive documentation of small geographical region, a person or an event. ഓക്കെ, അപ്പം നമ്മൾ മധ്യകാല ഇന്ത്യയിൽ നിലനിരുന്ന വിശാലമായ മുഗൾ അല്ലെങ്കിൽ വിജയനഗര രാജ്യങ്ങളെക്കുറിച്ചൊക്കെ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചൊക്കെ ആദ്യത്തെ അല്ലെങ്കിൽ 2ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ഒരു വിശാലമായ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? വലിയ വാസ്റ്റ് ആയിട്ടുള്ള മുഗൾ അല്ലെങ്കിൽ വിജയനഗര എംപറസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചല്ലേ. വലിയ വലിയ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും കുറിച്ചാണ് പഠിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തുന്നതിനെയാണ് പ്രാദേശിക ചരിത്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം. ഹിസ്റ്ററി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളിൽ. നമുക്ക് നോക്കാം. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ദ ഹിസ്റ്ററി ഓഫ് വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി അല്ലേ. അപ്പോൾ വിശാലമായൊരു പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ ചരിത്രമൊക്കെ രേഖപ്പെടുത്തുകയാണ് ഹിസ്റ്ററി. ഇനി ലോക്കൽ ഹിസ്റ്ററി അഥവാ പ്രാദേശിക ചരിത്രം, എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് history of a small region, subject or event apart from world history, the history of nation or a province. എന്ന് വെച്ചാൽ ലോക ചരിത്രം അല്ലെങ്കിൽ രാജ്യചരിത്രമൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ ഭൂപ്രദേശത്തിൻ്റെ വിഷയങ്ങളുടെയൊക്കെ സംഭവങ്ങളുടെയൊക്കെ സൂക്ഷ്മമായ ഒരു അന്വേഷണത്തെയാണ് എന്തെന്ന് പറയുന്നത് ലോക്കൽ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. വലിയൊരു പ്രദേശത്തിൻ്റെ ഒന്നുമല്ല.
രാജ്യത്തിൻ്റെ ഒന്നുമല്ല. ഇനി ഹിസ്റ്ററി എഗെയിൻ നോക്കാം. ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. അപ്പോൾ ഈ ഹിസ്റ്ററി, ചരിത്രം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? എഴുതപ്പെട്ട രേഖകൾ അല്ലേ, റിട്ടൺ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് വെച്ചാൽ പുരാവസ്തുക്കളുടെ തെളിവുകൾ, പിന്നെ ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് അവശേഷിപ്പുകൾ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് ചരിത്രം നിർമ്മിക്കുന്നത്. ഇനി ലോക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ്? ലോക്കൽ ഫെസ്റ്റിവൽ, cuisines, custom, tradition and oral tradition become a part of historical writing. പ്രാദേശിക ആഘോഷങ്ങളും പിന്നെന്താണ് ആഹാരത്തിൻ്റെ രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ അല്ലേ, ഓറൽ ട്രഡീഷൻസ്, പിന്നെ ഓറൽ ട്രഡീഷൻ, വാമൊഴി എന്നൊക്കെ പറയില്ലേ, വഴക്കങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്ര രചനയുടെ ഭാഗമാകുന്നത്. ഓക്കെ, ഇനി എഗെയിൻ നോക്കാം. ഹിസ്റ്ററി അസസ്മെൻറ്റ് പാസ്റ്റ് ഈവൻറ്റ് കൾച്ചർ ആൻഡ് സൊസൈറ്റി വിത്ത് എ ബോർഡ് പ്രോസ്പെക്റ്റീവ്. ഭൂതകാല സംഭവങ്ങൾ അല്ലേ, പിന്നെ പാസ്റ്റ് ഈവൻറ്റ്സ്, പിന്നെ കൾച്ചേഴ്സ് അവിടുത്തെ സംസ്കാരങ്ങൾ, പിന്നെന്താണ് സമൂഹങ്ങൾ, സൊസൈറ്റീസ് എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. എന്നാൽ ലോക്കൽ ഹിസ്റ്ററി ബൈ democratizing history, due representation is given to region, people and events that have been left out mainstream history. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യ ധാരാചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്ക്, ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു അല്ലേ. എന്ന് വെച്ചാൽ എന്താണ് പ്രാദേശിക ലോക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്? വലിയ രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ വലിയ പ്രവിശ്യകളുടെ ഒന്നല്ല, ചെറിയൊരു ഭൂപ്രദേശത്തിൻ്റെ അപ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ രുചിശീലങ്ങളും പ്രാദേശിക ആഘോഷങ്ങളൊക്കെ വിലയിരുത്തി ചരിത്രത്തിൽ വലിയ പ്രാധാന്യം കിട്ടാത്ത ജനവിഭാഗങ്ങളെയും പ്രദേശങ്ങൾക്കൊക്കെ അർഹമായ പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത് ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന്. ഇനി നമുക്ക് നോക്കാം സോഴ്സസ് ഓഫ് ഹിസ്റ്ററി അല്ലേ, ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ. You have seen that history is written based on various pieces of evidence. Anything that gives information useful for writing history can be called source of history അല്ലേ. അപ്പോൾ എന്താണ് വിവിധ തെളിവുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെയുള്ളൊരു ചരിത്ര രചന അല്ലെങ്കിൽ ഹിസ്റ്ററി റിട്ടേൺ എഴുതുന്നത് അല്ലേ. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും നമ്മൾക്കിതിൽ ഉൾക്കൊള്ളിക്കാം അല്ലേ. എനി ഒബ്ജക്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഗിവിംഗ് അസ് എ വാലിഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പീരീഡ് ഈസ് എ സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു എന്താണ് ഹിസ്റ്ററിയാണ്, ചരിത്ര സ്രോതസ്സാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ലെറ്റ് ഇറ്റ് ഗെറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ മെയിൻ സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. അപ്പം നമ്മളുടെ ഈ ഹിസ്റ്ററി എഴുതാൻ പ്രയോജനകരമായ മെയിൻ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്റോറിക്കൽ സോഴ്സസ്, ഒന്ന് ആർക്കിയോളജിക്കൽ റിമൈനിങ് അല്ലേ, പുരാവസ്തുക്കൾ, മൗണ്ട്മെൻറ്റ് സ്മാരകങ്ങൾ, പഴയ സ്മാരകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ലിറ്റററി വർക്ക്, സാഹിത്യകൃതികൾ, ട്രാവലോഗ് സഞ്ചാരക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പർ പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് എ ഹിസ്റ്ററി. ഇതിൽ ഓരോന്നിനെയും കുറിച്ചാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആർക്കിയോളജിക്കൽ സോഴ്സസ് അല്ലേ. അപ്പോൾ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ വെയർ മെയ്ഡ്. ലെറ്റ് us ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് സം ഓഫ് ദം. അപ്പോൾ പുരാവസ്തുപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചോ വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. ഓക്കെ, ഇപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ അന്ന് ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചും അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആളുകളുടെ എന്തെങ്കിലും റിമൈൻസ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊക്കെയുള്ള തെളിവുകളാണ് ഈ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെത്തിക് മോൺമെൻറ്റ് എന്ന് വെച്ചാൽ ശിലാസ്മാരകങ്ങളാണ്. കേവ്സ്, ഗുഹകൾ അല്ലേ, പണ്ട് കാലത്തെ ആൾക്കാർ ഗുഹാവാസികളൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ ഗുഹകൾ. പിന്നെ ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ കല്ലുകളിൽ കൊത്തി വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
ലിഖിതങ്ങൾ, പിന്നെ പാലസസ് കൊട്ടാരങ്ങൾ, കോയിൻസ് പണ്ട് കാലത്തെ നാണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. നെക്സ്റ്റ് നോക്കാം ലിത്തിക് മോൺമെൻറ്റ്. ലിത്തിക് മോൺമെൻറ്റ് എന്താണ് ലിത്തിക് മോൺമെൻറ്റ് എന്ന് വെച്ചാൽ ശിലാസ്മാരകങ്ങൾ അല്ലേ. അപ്പോൾ ഇവിടെ താഴെ പിക്ചർ നോക്കിയേ, ഓരോ ശിലകളിൽ എന്താണ് എവ്രി സ്റ്റോൺ ദാറ്റ് വി സീ അറൗണ്ട് ഹാസ് എ സ്റ്റോറി ടു ടെൽ. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥകളൊക്കെ പറയാനുണ്ടാവും അല്ലേ. അവർ ancestors have left here the remains of many monument made of large stones. അപ്പോൾ നമ്മളുടെ പൂർവികർ ഒരുപാട് സ്മാരകങ്ങളുടെ അവശേഷിപ്പുകളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് നോക്കിയെന്താണ് കുടക്കല്ലു അല്ലേ, കുടക്കല്ല്, പിന്നെ തൊപ്പിക്കല്ല്, മുണിയറ, ഇതെന്തൊക്കെയാണെന്ന് നോക്കിയേ. ദിസ് ലിത്തിക് മോൺമെൻറ്റ് ഹാർ ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഫൗണ്ട് ഔട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കേരള. അപ്പോൾ ഈ ഒരു ശിലാസ്മാരകങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കണ്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആസ് ദീസ് വെയർ ബിൽറ്റ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ് ദേ ആർ നോൺ ആസ് മെഗാലിത്തിക് മോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ കല്ലുകൊണ്ടാണ് കേട്ടോ. ഈ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് ചെറിയതാണ്, പക്ഷേ വലിയ കല്ലുകൊണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇവയെ എന്തെന്ന് വിളിക്കും? മെഗാലിത്തിക് മോൺമെൻറ്റ് എന്ന് വെച്ചാൽ മഹാശിലാസ്മാരകങ്ങൾ എന്നും വിളിക്കാറുണ്ട്. These monuments built by our ancestors tells a lot about ancient times. അപ്പോൾ ഈ പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അല്ലേ. The remains of these lithic monuments were found at Marayur in Idukki district, ചിറമങ്ങാട് in Thrissur and Thavanur in Malappuram district. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശിലാസ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എവിടെ നിന്നാണ്? ഇടുക്കി, മറയൂർ, ഇടുക്കിയിലെ മറയൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും, ചിറമനങ്ങാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ആൻഡ് താവന്നൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെയാണ് ഈ ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ ശിലാസ്മാരകങ്ങൾ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ടു ബറി ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് അവർ ആൻസെസ്റ്റർ, നമ്മളുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം കേവ്സ്, ഗുഹകൾ അല്ലേ. നോക്കാം കേവ്സ് ത്രൂ ലൈറ്റ് ഓൺ ദ ancient history of Kerala. In these natural caves pictures an inscription that refers to human life in the prehistoric period and are inscribed. അപ്പോൾ കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് എന്ത്? ഈ ഗുഹകൾ എന്ന് പറയുന്നത് അല്ലേ, പുരാതനമായ ഗുഹകൾ. അപ്പോൾ ഇവിടെ പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകൾ ചരിത്രാദികാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്നവയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പൂർവികരായിട്ടുള്ള മനുഷ്യൻ അല്ലേ, ഹ്യൂമൻ ലൈഫ് എന്താണ്, അവർ ഗുഹാനിവാസികളായ ആളൊക്കെ ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് അല്ലേ ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ കേവ്സ് ഒക്കെ. നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് കേവ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് എടക്കൽ, വയനാട്, മറയൂർ, ഇടുക്കി, ആനക്കോട്, തിരുവനന്തപുരം, തെന്മല ആൻഡ് കൂട്ടുക്കൽ, കൊല്ലം. The Archaeological Survey of India and the Department of Archaeology, Government of Kerala protect the historically important archaeological material. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇതുപോലുള്ള ഗുഹകളൊക്കെ ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട്? കേവ്സ് വയനാട്, ഇടുക്കി, തിരുവനന്തപുരം, കൊല്ലം അല്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. വയനാടിലെ പ്രസിദ്ധമായ എടക്കൽ ഗുഹ നിങ്ങൾ അവിടെ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഇത്തരം ഗുഹകൾ എന്താ സ്ഥിതി ചെയ്യുന്നല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഗുഹകളെയൊക്കെ സംരക്ഷിക്കുന്നത്, ഈ പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജിക്കൽ വകുപ്പും ചേർന്നാണ്. ഓക്കെ, നോക്കിയേ, എടക്കൽ കേവിനെ കുറിച്ച് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. എടക്കൽ കേവ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കേവ് ഇൻ കേരള യൂസ്ഡ് ബൈ അവർ ആൻസെസ്റ്റർ. അപ്പോൾ പ്രാചീന കാലത്തുള്ള മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് ഈ എടക്കൽ ഗുഹ. ഓക്കെ, എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 10 കിലോമീറ്റർ അവേ ഫ്രം സുൽത്താൻ ബത്തേരി ഇൻ വയനാട് ഡിസ്ട്രിക്ട്. വയനാട് ഡിസ്ട്രിക്റ്റിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എടക്കൽ ഗുഹ. ദ പിക്ചർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ വാൾസ് ഓഫ് കേവ് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ഹ്യൂമൻ ബീയിങ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ദെയർ ലൈഫ്. അപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിലെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന
ഗുഹാചിത്രങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ കൊത്തിയിട്ടുണ്ട്. അപ്പൊ ആ ചിത്രങ്ങളൊക്കെ ശിലായുഗത്തിലെ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾക്ക് വിവരം നൽകുന്നുണ്ട്. Ancient inscription. Inscription are messages or a statement in the form of a drawing or engraving on a surface. They are inscribed on different type of surface. എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഇങ്ങനെ പേനയും പേപ്പറും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ എഴുതാനും യൂസ് ചെയ്തത് എന്താണ്, ലോഹത്തകിടുകള് അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ, ഓലകൾ അല്ലെ, പാം ലീവ്സ്, ഓലകൾ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ്സ്, ലോഹത്തകിടുകൾ, ശിലകൾ, കല്ലുകളിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് എന്താണ്, ദേ ആർ ഇൻസ്ക്രൈബ് ഓൺ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർഫേസ് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്തെ ആൾക്കാർ ഓരോ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ several such inscription have been found from different part of Kerala. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ക്രിപ്ഷനൊക്കെ ലിഖിതങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയെന്ന് നോക്കാം. തരിസപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ കൊല്ലം, Jewish copper plate Mattancherry and Pallayam copper plate Alappuzha are major inscription found in Kerala. Okay, അപ്പോൾ തരിസപ്പള്ളിയിൽ നിന്നും ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, പള്ളിയം കോപ്പർ പ്ലേറ്റ് ഇതൊക്കെ മേജർ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ദ കേരള സ്റ്റേറ്റ് ആർച്ചീവ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസേഴ്സ് ദ കളക്ഷൻ ആൻഡ് കൺവർസേഷൻ ഓഫ് ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് കേരള. അപ്പൊ ഈ കേരളത്തില് ഇങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷനൊക്കെ ശേഖരണവും അതിന്റെ സംരക്ഷണമൊക്കെ വഹിക്കുന്നത് കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ എപ്പിഗ്രാഫി. അപ്പൊ ഇങ്ങനെയുള്ളതിനെയൊക്കെ ഇങ്ങനെയുള്ള ലിഖിതങ്ങളൊക്കെ പഠിക്കുന്ന ശാഖയാണ് എപ്പിഗ്രാഫി എന്ന് വിളിക്കുന്നത്. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഓൺ സ്റ്റോൺ, മെറ്റൽ പ്ലേറ്റ്സ് ആൻഡ് പാം ലീഫ് ഈസ് കോൾഡ് എപ്പിഗ്രഫി. ഓക്കെ, അടുത്തത് നോക്കാം. ഫോർട്ട്സ് ആൻഡ് പാലസസ്. Fort that were built for the security of country, military purpose and trade can be used as sources of writing history. അപ്പോൾ എന്താണ് ഈ ഫോർട്ട് അല്ലെങ്കിൽ പാലസസ് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലെ. രാജ്യസുരക്ഷ അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസ്, സൈനിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ വ്യാപാരം, ട്രേഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളെ ഇപ്പോൾ ചരിത്ര രചനയ്ക്ക് പ്രധാന സ്രോതസ്സുകളായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പോൾ ഫോർട്ട്സ് ഗീവ് അസ് ഇൻഫർമേഷൻ ഓൺ ഡിഫറെന്റ് ഫേസസ് ഓഫ് കേരള ആൻഡ് ഇറ്റ്സ് റൂൾസ്. അപ്പൊ കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടത്തെക്കുറിച്ചും ഭരണാധികാരികളെ കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നുണ്ട് അല്ലെ. അപ്പോൾ ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് ആൻഡ് അഞ്ചുതെങ്ങ് ഫോർട്ട് ആർ മേജർ ഫോർട്ട് ഇൻ കേരള. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളാണ് അല്ലെ ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് ആൻഡ് അഞ്ചുതെങ്ങ് ഫോർട്ട് ആർ മേജർ ഫോർട്ട് ഇൻ കേരള അല്ലെ. ആർ ദെയർ എനി സിമിലർ ഫോർട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി? അപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും ഇങ്ങനെ എന്തെങ്കിലും കോട്ടകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ലൈക്ക് ഫോർട്ട്, palaces and also have historical importance. The name of some important palaces in Kerala are given below. Expand the list by including the names of palaces you know. അപ്പോൾ ഫോർട്ട് പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് പാലസസും അല്ലെ, കൊട്ടാരങ്ങൾ. അപ്പൊ കേരളത്തിലുള്ള ചില പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളുടെ പേര് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് അതിൽ ആഡ് ഓൺ ചെയ്യാനാണ് കേട്ടോ. പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, ഇതൊക്കെയാണ് കേരളത്തിലെ പ്രസിദ്ധമായ പാലസുകൾ. കുതിരമാളിക പാലസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ അറിയുന്നത് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഇതിൽ പത്മനാഭപുരം പാലസ് ഇല്ലേ, അവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്രസിദ്ധമായ മണിച്ചിത്രത്താഴ് ഫിലിം ഇല്ലേ, അതൊക്കെ അതിന്റെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു പാലസിൽ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈഡിൽ നോക്കിയേ ബേക്കൽ ഫോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ബേക്കൽ ഫോർട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ആ ബേക്കൽ ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. ഈ പ്രസിദ്ധമായ കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫോർട്ടാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ ഫോർട്ട്. ഓക്കെ, it is situated in Pallikara village in Kasaragod district. There are armories, lattice window and open to the sea spaces to encounter the enemies who approach from the sea, secret cellars, hideout and water reservoir in the front. അപ്പോൾ ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ എന്തൊക്കെയാണുള്ളത്? ആയുധപുരകളുണ്ട്, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങളുണ്ട്, ഭൂഗർഭ അറകളുണ്ട്, താവളങ്ങളുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, പിന്നെ ജലസംഭരണി. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫേമസ് ആയ ബേക്കൽ ഫോർട്ടിൽ ഉള്ളത്. അപ്പോൾ അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കോയിൻസ് ആണ്. കോയിൻസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇതുവരെ ഞാനെടുത്ത എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ ഡിയേഴ്സ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെ ഫോർട്ടിലോ അല്ലെങ്കിൽ പാലസസിലോ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കട്ടെ ഏതൊക്കെ കുട്ടികൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് ഇതിൽ ആഡ് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.